ഹായ് ഹലോ പുന്നടക്കൽബളെ എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് വിശേഷം? അപ്പോൾ ഇതാ നമ്മുടെ ഇന്ന് ഒരു അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ പോവേണേ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ സവാള എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ണ് ഭയങ്കരമായിട്ട് നീറ്റൽ വരും. അപ്പോൾ ഞാനത് ആദ്യമേ തൊലിയോടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കും, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കും, ഫ്രീസറിലിട്ടിരുന്നാൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ അതായത് കട്ട് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പൊക്കെ ഫ്രീസറിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കണ്ണൊന്നും നീറാതെ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സവാള എല്ലാം കട്ട് ചെയ്ത് അതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ച കളറിൽ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമാണ് ആ ഒരു കളർ അങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഐറ്റംസാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ചെമ്മീനാണ്. ചെമ്മീൻ നല്ല വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിയും വയ്ക്കാം. അവസാനം മൊത്തം കഴിച്ച് തീർന്നിട്ട് ആരും ബിരിയാണി വയ്ക്കാൻ പറ്റിയില്ല എന്ന് മാത്രം പറയരുത്. അപ്പോൾ അതിന് വേണ്ടി റൈസൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിലേക്കാണ് ഞാൻ ഈ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സവാള മാത്രമേ ഞാൻ കട്ട് ചെയ്തത് ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാനുള്ള സംഭവം ആയതുകൊണ്ട് സവാള ഞാൻ എടുത്തത് കുറച്ച് മാത്രമാണ്. പിന്നെ അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിടുന്നുണ്ട്. അത് ഒരു ടൊമാറ്റോ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഈ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ടൊമാറ്റോ ഇടുന്നേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും ആഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ വീഡിയോയിൽ നിന്ന് ചിലപ്പോൾ സ്കിപ്പായി പോയി കാണും. എന്നാലും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മരത്തിൽ പോയി നമുക്ക് നല്ല ഫ്രഷ് ഇല എടുത്തിടാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആയി കേട്ടോ വാങ്ങിച്ച് വെച്ചിട്ട്. അതാണ് ആ ഒരു ഇത്. അപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഉള്ളതെല്ലാം ഐറ്റംസും കൂടെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തതും കൂടെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം ഇഞ്ചി ഉള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴേ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. അതുപോലെ ഇതിന് മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയി പോവുകയും വേണ്ട. അതായത് കട്ടിയായിട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണമേ. അപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്ന മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ലാസ്റ്റായിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടി പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ച് വളരെ കുറച്ച് മാത്രം, ഒരു നുള്ളെന്നൊക്കെ പറയത്തില്ലേ, അത്ര മാത്രം ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് നമ്മൾ മൊത്തത്തിൽ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇച്ചിരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഇതെല്ലാം വറുത്തതാണല്ലോ, അപ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് എന്നിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇതിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് തന്നെയാണ് ഇത് വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മസാലയെല്ലാം നല്ല സോഫ്റ്റായി, അതായത് ഇതിൻ്റെ ഇതെല്ലാം പൊടിഞ്ഞ് നല്ല ഇതിലായിട്ട് അങ്ങ് ചേരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഡെക്കറേറ്റ് ചെയ്തിടണേ. മല്ലിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളരെ കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ അത്ര മാത്രമേ ഇട്ടുള്ളൂ. സാധാരണ എനിക്കാണെങ്കിൽ മല്ലിയില തോന വേണം, പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ കുറവായിരുന്നു. പിന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിൽ ബാക്കി എല്ലാ സ്പൈസസും ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ റോസ് വാട്ടറും എല്ലാം ഒഴിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇടാമല്ലോ, ദം ചെയ്യാനുള്ളതല്ലേ. പിന്നെ അതുപോലെ തന്നെ നട്ട്സ് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആ സവാള വറുത്ത ഇതിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുത്തേക്കുന്നത്. ഞാനിതിൽ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മറ്റേ സവാള ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇച്ചിരി പെരിഞ്ചീരകം ഇത് ഇത്രയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചത്. അരിയുടെ അളവിന് ഇരട്ടി വെള്ളമാണ് എടുത്തേക്കുന്നത്. ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പറയാൻ വിട്ടുപോയതാണ്.
അപ്പം അതിലേക്ക് ഇതിൻ്റെ ദം ചെയ്യുന്ന സമയത്താണ് നമ്മൾ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടി ഇച്ചിരി കലക്കി ആ ഒരുത്തിന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിലേക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കും. ഞാനിത് 2 ലെയറായിട്ടാണ് ഏട്ടാ ചെയ്തേക്കുന്നത്. 2 ലെയർ എന്ന് പറഞ്ഞാൽ ആദ്യം മസാല ഒന്ന് കംപ്ലീറ്റ് സ്പ്രെഡ് ആക്കിയിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ട് പിന്നെ മല്ലിയില ഇട്ട് പിന്നെ കിസ്മിസും ക്യാഷ്നട്ടും ഇട്ട് പിന്നെ വീണ്ടും വറുത്ത് വെച്ചേക്കുന്ന സവോള എല്ലാം ഇട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ച് വീണ്ടും ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം, അതായത് ആവിയിലൊന്ന് നമ്മൾ കുറച്ച് ടൈം ഇട്ടേക്കൂലേ, അപ്പോൾ അതുപോലെ തീ വളരെ കുറച്ച് സിമ്മിലിട്ട് നമ്മൾ ഇട്ടിരുന്ന് എന്നിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സവാള വെച്ചിട്ട് സവാളയും പച്ചമുളകും വെച്ചിട്ട് ഒരു തൈരും വെച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടവും പൊരിച്ചിട്ടുണ്ട്. ഇന്ന് അച്ചാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. ചെമ്മീൻ ബിരിയാണി സൂപ്പറാണ്. അപ്പം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.